ഇംഗ്ലീഷ് മൈ ഡി സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10ാമത്തെ ക്ലാസ്സിലേക്കാണ് കിടക്കുക. നമ്മൾ ഇതുവരെ ആർട്ടിക്കിള് കോൺകോഡ് പറഞ്ഞു. അതിനുശേഷം ടെൻസിൻ്റെ ഫോംസ് പറഞ്ഞപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അധികം ചോദിക്കാറില്ല, എന്നാൽ അറിഞ്ഞിരിക്കണം. എന്നാൽ ഇന്ന് തുടങ്ങുന്ന ടെൻസിൻ്റെ ആപ്ലിക്കേഷൻ ക്ലാസ് അത് നിർബന്ധമായും പഠിക്കുക. കാരണം ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ടെൻസ് ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ളത്. ടെൻസ് പഠിക്കുമ്പോൾ 6 ജോഡിയാണ് പഠിക്കാനുള്ളത്. ഈ ജോഡികൾ ഏതൊക്കെയാണ് എന്ന് പറയും. അതിലാദ്യം തന്നെ ഒരു ജോഡി വെച്ചാണ് നമ്മൾ ചർച്ച തുടങ്ങുക. ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോംസ് നമ്മൾ പറഞ്ഞു, പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം പറഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ 2 ടെൻസും എവിടെയാണ് അപ്ലൈ ചെയ്യുക, ഇതിൻ്റെ തമ്മിലെ വ്യത്യാസം എന്താണെന്നറിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി ഒന്നുകൂടി ചുരുക്കി പറയട്ടെ, പ്രസൻറ്റ് ടെൻസിൽ ആകെ 2 ടെൻസ് ഫോമേ ഉള്ളൂ. ശരിക്കും സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും. അല്ലാതെ പ്രസൻറ്റ് പെർഫെക്റ്റോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ആപ്ലിക്കേഷനിൽ പ്രസൻറ്റ് ടെൻസ് അല്ല. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നുള്ളതാണ് പ്രസൻറ്റ് ടെൻസിൻ്റെ 2 ഫോം. അതായത് ജീവിതത്തിൽ നമുക്ക് 2 സ്വഭാവമേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ശീലമായിരിക്കും, അല്ലെ താൽക്കാലികമായിരിക്കും. ഇതല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേറൊന്നും. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ശീലം കാണിക്കാനും പ്രസൻറ്റ് കണ്ടിന്യൂസ് താൽക്കാലിക പ്രവൃത്തി കാണിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ടെൻസ് പഠിക്കുമ്പോൾ ഈ 2 കാര്യം മാത്രം സിമ്പിൾ പ്രസൻറ്റിനെയും പ്രസൻറ്റ് കണ്ടിന്യൂസിനെയും സംബന്ധിച്ചറിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ എത്ര റൂള് പഠിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ ഷോർട്ട് കട്ടിൽ എളുപ്പമാണ്. ഒന്നുകൂടി പറയുകയാണ്, സിമ്പിൾ പ്രസൻറ്റ് ശീലത്തെ കാണിക്കുന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ തൽക്കാലം ചെയ്യുന്ന പ്രവൃത്തിയാണ്. കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പിലത്തെ ക്ലാസ്സിൽ ചിലർ സജസ്റ്റ് ചെയ്തു ക്വസ്റ്റ്യൻ തന്നാൽ നല്ലതാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മൊബൈൽ നമ്പർ തന്നിട്ട് വാട്സപ്പിൽ എങ്ങനെയാണ് വേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ വേണമോ ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാരുടെ പ്രതികരണം വന്നു. നല്ലപോലെ പ്രതികരിക്കുന്നുണ്ട്. അവർ പ്രതികരിച്ച് എങ്ങനെയാണ്, ഓരോ പഠിപ്പിക്കുന്ന ഭാഗത്തിലെയും 5 ക്വസ്റ്റ്യൻ വീതം തരിക, അതിനടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരവും പറയുക. പിന്നെ രണ്ടാമതൊരു സജഷൻ ഇന്ന് എനിക്ക് കിട്ടി. ആ സജഷൻ ഞാൻ പിന്നീട് പറയാം. ആദ്യം തന്നെ ഈ 5 ക്വസ്റ്റ്യൻ ഒന്ന് പറയുന്നതിന് മുമ്പ് ഞാനിതിന് 2 എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഹീ യൂഷ്വലി ഗെറ്റ്സ് അപ്പ് at 10 o'clock or at 6 o'clock. അത് ശീലമാണ്. ഹീ യൂഷ്വലി വിസിറ്റ്സ് ദ ടെമ്പിൾ, ശീലമാണ്. അവിടെയെല്ലാം സിമ്പിൾ പ്രസൻ്റാണ് ഉപയോഗിക്കുക. എന്നാൽ ടുഡേ ഐ ആം ഗോയിങ് അബ്രോഡ്, ടുഡേ എന്നുള്ളത് ഇപ്പോൾ താൽക്കാലികമായതുകൊണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഒരിക്കൽ കൂടി കേട്ടോളുക, സിമ്പിൾ പ്രസൻറ്റ് ശീലത്തെ കാണിക്കുന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസ് താൽക്കാലിക പ്രവൃത്തി. സിമ്പിൾ പ്രസൻറ്റ് റെഫേഴ്സ് ടു ഹബിച്വൽ ആക്ഷൻ, വേറാസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെമ്പററി ആക്ഷൻ. മനസ്സിൽ തറപ്പിച്ച് പഠിച്ചു വെച്ചുകൊള്ളുക. സിമ്പിൾ പ്രസൻറ്റ് റെഫേഴ്സ് ടു ഹബിച്വൽ ആക്ഷൻ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെമ്പററി ആക്ഷൻ. ഞാൻ 2 എക്സാമ്പിളും പറഞ്ഞു. ഹീ യൂഷ്വലി ഗെറ്റ്സ് അപ്പ് അറ്റ് 6 o'clock. ടുഡേ ഹീ ഈസ് ഗോയിങ് അബ്രോഡ്. ഇനി നിങ്ങളുടെ കയ്യിൽ പേനയോ പെൻസിലോ ബുക്കോ ഉണ്ടെങ്കിൽ ഇനി 5 ക്വസ്റ്റ്യൻ ഇതിന് പറയുകയാണ്. 5 എഴുതുക. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആൻസറും പറയുന്നതായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഓഫൺ ഡാഷ് വിത്ത് എ പെൻ. I often dash with a pen. Now I dash a pencil.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഓഫൺ ഡാഷ് വിത്ത് എ പെൻ, നൗ ഐ ഡാഷ് എ പെൻസിൽ. ആദ്യ ബ്ലാങ്കിൻ്റെ സ്ഥാനത്ത് ഞാൻ റൈറ്റ് എന്ന് തരികയാണ്, WRIT. രണ്ടാമത്തതിന് യൂസ്, USE. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയുകയാണ്, ഐ ഓഫൺ ഡാഷ് വിത്ത് എ പെൻ, നൗ ഐ ഡാഷ് എ പെൻസിൽ. ആദ്യത്തേത് റൈറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ യൂസ് എന്ന് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, ഹി ഡാഷ് ടു മീ എവറി മന്ത്. ഹി ഡാഷ് ടു മീ എവറി മന്ത്, ടുഡേ ഐ ഡാഷ് ടു ഹിം. ഇവിടെ രണ്ട് ബ്ലാങ്കും റൈറ്റ് എന്ന് തന്നെ തരികയാണ്. ഹി ഡാഷ് ടു മീ എവറി മന്ത്, ടുഡേ ഐ ഡാഷ് ടു ഹിം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, ഷീ ഡാഷ് 3 languages. She dash 3 languages. Now she dash a fourth. She dash 3 languages. Now she dash a fourth. ആദ്യത്തതിൽ നോ എന്നും രണ്ടാമത്തതിന് ലേൺ എന്നും ബ്ലാങ്കിന് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാണ്, ഷീ ഡാഷ് 3 languages. Now she dash a fourth. ആദ്യത്തെ ബ്ലാങ്കിൽ നോ എന്ന് കൊടുക്കുന്നു, KNOW. രണ്ടാമത്തതിൽ ലേൺ, LEARN. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹി ഡാഷ് ടു ദ ലൈബ്രറി എവറി ഡേ. ഹി ഡാഷ് ടു ദ ലൈബ്രറി എവറി ഡേ, ബട്ട് ടുഡേ ഹി ഡാഷ്. ടുഡേ ഹി ഡാഷ്. ആദ്യത്തെ ബ്രാക്കറ്റില ഗോ എന്നും രണ്ടാമത്തതിൽ നോട്ട് ഗോ എന്നും കൊടുക്കുക. ഹി ഡാഷ് ടു ദ ലൈബ്രറി എവറി ഡേ, ബട്ട് ടുഡേ ഹി ഡാഷ്. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് രണ്ട് ഫില്ല് ചെയ്യാണ്. ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ഗോ, രണ്ടാമത്തേതിൽ നോട്ട് ഗോ. ഇനി ഒരു ക്വസ്റ്റ്യനോടെ പറയുകയാണ്, അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആകും. നൗ ദ സ്നോ ഡാഷ് every year it dash during this season. രണ്ട് ബ്ലാങ്കിനും fall എന്ന് കൊടുക്കുകയാണ്. Now the snow dash every year it dash during this season. രണ്ട് ബ്ലാങ്കിലും fall എന്ന് കൊടുക്കുകയാണ്. ഈ 5 ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ആൻസർ ചെയ്യണം. ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് എന്നാൽ ഹബിച്വൽ ആക്ഷനും പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാൽ ടെമ്പററി ആക്ഷനും. സിമ്പിൾ പ്രസൻറ്റ് എന്നാൽ ശീലമായതും പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാൽ താൽക്കാലികവുമാണ്. ഈ ക്വസ്റ്റ്യൻ നല്ലതുപോലെ ആൻസർ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുക. വാട്സപ്പിലെ മെസ്സേജിന് വാട്സപ്പ് നമ്പർ 9447 042 711 9447 042 711. ഇനി രണ്ടാമത് വന്നൊരു സജഷൻ, അത് വരുന്ന 1-2 ക്ലാസ്സിനകത്ത് ഞാൻ പരിഗണിക്കുന്നതാണ്. അവിടെ ഒരാൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് LP UPയുടെ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാമോ. ഇപ്പം നവംബർ 7 LP UP പരീക്ഷ ഡിക്ലെയർഡായി. അപ്പോൾ നവംബർ 7 പരീക്ഷയ്ക്ക് വേണ്ടി അതും കൂടെ നോക്കാനാണ് പറയുന്നത്. പക്ഷേ LP UPയിൽ നിങ്ങൾ അറിയേണ്ട സബ്ജക്റ്റ് ഒഴിച്ച് ഇംഗ്ലീഷുണ്ട്, സൈക്കോളജി ഉണ്ട്. ഏത് പാർട്ടാണെന്ന് ചോദിച്ചാൽ അതും കൂടെ വ്യക്തമാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ ഈ രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറാം. ഓർത്തോളുക, നിങ്ങളുടെ കമൻസുകൾ കൂടുതൽ വരട്ടെ. ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ളവരുടെയും പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് അറിയിക്കുക. നമുക്ക് കൂടുതൽ ഗംഭീരമായിട്ട് ഇത് മനസ്സിലാകുന്ന രീതിയാണ് വരുന്നത്. ഓർത്തുള്ള PSCയുടെ ഇപ്പോൾ പരീക്ഷാ പാറ്റേൺ മാറ്റി. അതിൽ ഒന്നാമത്തെ പരീക്ഷയുടെ ടൈപ്പ് 10ാം ക്ലാസ് വരെ ഉള്ളതിൽ ഇംഗ്ലീഷ് ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലും
അടുത്ത +2 ലെവലിലും ഡിഗ്രി ലെവലിലും ഒക്കെ ഇംഗ്ലീഷ് പാർട്ട് വരും. അന്നേരം പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ ഏറ്റവും ഗംഭീരം ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവിധ ആശംസകളോടെയും ഈ ഒന്നാമത്തെ ജോഡി പറഞ്ഞത് ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.